ഒന്നുകൂടെ ഒന്നുകൂടെ. അതൊരു സ്നേഹമാണെന്ന് അറിയാം എനിക്ക് നിങ്ങളോട്. സത്യം സത്യം. അപ്പൊ ഐ ഡോണ്ട് നോ ഒരു പേപ്പറും പേര് തരാമോ? പെട്ടെന്ന് നിർത്താം സുഖം, പെട്ടെന്ന് നിർത്താം. ഐ ഡോണ്ട് നോ എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് വഴി നിങ്ങൾ വിജയത്തിലേക്കും അറിവിലേക്കും അടുക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ കഥകളൊക്കെ തുറന്നിടുന്നു. പക്ഷേ അപ്പോഴും നമ്മളെ അപകടപ്പെടുത്തുന്ന ഒരു വില്ലൻ നമ്മുടെ ഇടയിലുണ്ട്. ഒരു ബിസിനസ് ഒരു ഓണ്ടർപ്രന്യൂറിനെ, എന്തിന് ഓണ്ടർപ്രന്യൂറിനെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ, ഒരു സാമൂഹ്യ പ്രവർത്തകനെ, ഒരു വ്യാപാരിയെ, ഒരു വിദ്യാർത്ഥിയെ, എല്ലാവരെയും അപകടപ്പെടുത്തുന്ന, എല്ലാവരെയും ജയിക്കാൻ സമ്മതിക്കാതെ തോൽപ്പിക്കുന്ന ഒരു പേപ്പർ. പേപ്പർ ഉണ്ടായിരുന്നല്ലോ, എല്ലാവരെയും തോൽപ്പിക്കുന്ന ഒരു വിഷം നമ്മളിലുണ്ട്. ആ വിഷത്തെ കുറിച്ച് മതി, ആ പേപ്പർ മതി മതി. പിന്നെ ഒരു പേര് കൊടുത്തുണ്ട്. അപ്പോ എല്ലാവരെയും പരാജയപ്പെടുത്തുന്ന, ബിസിനസ്സിൽ പരാജയപ്പെടുത്തുന്ന തരം അല്ല, ആവശ്യമില്ല. ഒരു അപകടം നമ്മളിലുണ്ട്, അത് ഒഴിവാക്കിയാൽ തന്നെ നമ്മൾ ജയിച്ചെന്നേ. ആ അപകടമാണ് പലപ്പോഴും ഒരു ഓൺടർപ്രന്യൂറും സ്റ്റാഫും തമ്മിൽ, ലേബറേഴ്സും തമ്മിലുള്ള ഇക്വേഷൻ ഇല്ലാതാക്കുന്നത്, കസ്റ്റമറും ക്ലയന്റും തമ്മിലുള്ള ഇക്വേഷൻ ഇല്ലാതാക്കുന്നത്, ഭാര്യയും ഭർത്താവും തമ്മിൽ, അച്ഛനും മക്കളും തമ്മിൽ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിൽ, സമൂഹവുമായി തമ്മിൽ, ഒരു എക്സ്പാട്രിയേറ്റും ഉദ്യോഗ സമ്പ്രദായങ്ങളും തമ്മിലൊക്കെയുള്ള ബന്ധമില്ലാതാക്കുന്നത് നമ്മളിൽ തന്നെയുള്ള ഒരു അപകടമാണ്. വിജയം നമ്മളിൽ നിന്ന് അന്യമാക്കുന്ന ഒരു അപകടം. ആ വെല്ലുവിളി പരിഹരിക്കുവാൻ ആ അപകടത്തെ നമ്മൾ തന്നെ ഇല്ലാതാക്കണം. ആ അപകടത്തിന്റെ പേര് പ്രീ കൺസീവ്ഡ് നോഷൻ അല്ലെങ്കിൽ പ്രിജുഡിസ് എന്നാണ്. മുൻധാരണ. മുൻധാരണയോടുകൂടി നമ്മൾ കാര്യങ്ങളെ കാണുന്നത് നമുക്ക് വിശേഷ മലയാളികൾക്ക് ഒരല്പം കൂടുതലാണ്. ഒരു സിനിമയുടെ പോസ്റ്റർ കാണുമ്പോൾ നമ്മൾ പറയും ബോറാ, സിനിമ കണ്ടില്ല. ഒരു പുസ്തകത്തിന്റെ കവർ പേജ് കാണുമ്പോൾ ഇതുമല്ല, കൊള്ളില്ല, വായിച്ചു നോക്കിയില്ല. ഒരാളിനെ കാണുമ്പോൾ, ജീവിതത്തിൽ ആദ്യമായി നേരിട്ട് പരിചയപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ നേരിട്ടൊരു പരിചയമില്ലാത്ത ഒരാളിനെ ആദ്യമായി കാണുമ്പോൾ തന്നെ അവൻ ചുവന്ന കോട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നത് കണ്ടില്ലേ, ഭയങ്കര ജാടേ. നമ്മൾ എന്തിനെ കുറിച്ച് മുൻധാരണ ഉണ്ടാക്കും. ഈ മുൻധാരണ പരാജയപ്പെടുത്തും നമ്മളെ. അത് വ്യാപാരത്തിലാകട്ടെ, ജീവിതത്തിലാകട്ടെ, പ്രണയത്തിലാകട്ടെ. തെളിയിക്കണോ? യു വാണ്ട് മീ ടു പ്രൂവ് ഇറ്റ്? പ്രൂവ് ചെയ്യണോ? പ്രൂവ് ചെയ്താൽ എനിക്ക് എന്ത് തരും? പ്രൂവ് ചെയ്താൽ എന്ത് തരും? ക്ലാപ്പ്. ഇവിടെ കണ്ണൂരൊക്കെ ആണെങ്കിൽ ക്ലാപ്പ് തരാൻ പറഞ്ഞ റോഡിൽ കേൾക്കും. ഇവിടെ റോഡിൽ ക്ലാപ്പ് കേട്ടാൽ ആളുകൾ പറയും. ഗിഫ്റ്റ് ഒന്നും വേണ്ട, ക്ലാപ്പ് തെളിയിച്ചാൽ, ഇഫ് ഐ കുഡ് പ്രൂവ് ഇറ്റ്, എന്റെ ജീവിതത്തെ ഞാൻ വായിക്കാൻ കൊണ്ടുവരും. പുസ്തകം ഇവരെല്ലാം വാങ്ങിച്ച് വായിക്കണം എന്നുള്ളതല്ല, വായിക്കണം. അല്ല, അതിപ്പോ വേണ്ട, തെളിയിച്ചാൽ മതി. റെഡി? എന്താ തെളിയിക്കേണ്ടത്? മുൻധാരണ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ തോക്കുമെന്നല്ലേ? അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് നിങ്ങളുടെ ജനറൽ നോളജ് പരിശോധിക്കട്ടെ. അശ്വമേധം ഇപ്പൊ രണ്ടാമത് തുടങ്ങി നല്ല ഹിറ്റായിട്ട് ഫൈനലി വീണ്ടും റേറ്റിംഗ് ചാർട്ടുകൾ ഇടം പിടിച്ച് പ്രവാസികൾ നല്ല വലിയ ആവേശത്തോടെ യൂട്യൂബിലേക്ക് കമന്റ് ഇടുന്നുണ്ട്. ഞങ്ങൾക്ക് എന്നും ഇഷ്ടമുള്ള ഒരൊറ്റ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ GK പിള്ള ഫൗണ്ടേഷൻ അവരുടെ ബെസ്റ്റ് ടെലിവിഷൻ പ്രോഗ്രാമിന്റെ അവാർഡ് ഡിക്ലെയർ ചെയ്ത വാർത്ത നമ്മുടെ പരിപാടിയുടെ സമയത്താണ് വന്നത്. അതും അശ്വമേധത്തിനാണ് ഇത്തവണ ലഭിച്ചത്. അപ്പോ നിങ്ങളുടെ ജനറൽ നോളജ് ഇതിന് നമ്മൾ ഇവിടെ കേൾക്കാൻ വന്ന സാധുക്കളുടെ ജനറൽ നോളജ് പരിശോധിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്നതിനാ. നമ്മൾ കൊല്ലാൻ ഉദ്ദേശിക്കുന്ന, അറക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഏറ്റവും നല്ല ആടിനെ അറക്കണം എന്നാണ് അല്ലേ? ഒരു ചോദ്യം ഒരു ഉത്തരം, അത്ര പ്രയാസമുള്ളതൊന്നും ബിസിന് അങ്ങനെയുള്ള പ്രയാസമുള്ള ജനറലാണെന്നല്ലേ. വളരെ സിമ്പിൾ ആയിരുന്നു. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ? മൈക്കിൽ പറ. ഡൽഹി. ഡൽഹി. ആരൊന്നും കഴിച്ചു? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? ന്യൂഡൽഹി. ഡൽഹി മതി. പക്ഷേ ഡൽഹി എന്ന് പറയുന്നത്, ഞാൻ ഈ ഇവിടെ സംസാരിച്ചു വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ ചോദിക്കുമ്പോൾ 3 ദിവസം പച്ചവെള്ളം കുടിക്കാത്ത ഒരാളിനെ പോലെ ഡൽഹി ഒരു താല്പര്യം. നൗഷാദിന്റെ എനർജിയിൽ 2 കാലൊന്ന് ചേർത്ത് വെച്ചു. ഒരു ലോങ് ബ്രീത്ത്. വെരി ഗുഡ്. ടാറ്റയ്ക്കൊക്കെ ഫണ്ട് ചെയ്യുന്ന കക്ഷിയാ. നമുക്ക് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. ശരി, അപ്പൊ ഒരു ലോങ് ബ്രീത്ത് എടുത്തു. ഇനി ചത്തതുപോലെ ഡൽഹി എന്നല്ല, നല്ല ബോൾ പിടിച്ച് ഞാൻ വെച്ചോളാം.